എൻ്റെ തുപ്പലും എൻ്റെ വിയർപ്പുമെല്ലാം നിന്റെ ശരീരത്തിലേക്ക് ആവാനുള്ളതല്ലേ എന്നവൻ വൃത്തികെട്ട ഭാഷയിൽ ആവണിയോട് പറഞ്ഞു. അവളുടെ ശരീരം തളർന്നു പോകുന്ന പോലെ തോന്നി. എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ പാവ, എൻ്റെ കല്യാണം കഴിഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. അപ്പോഴാണ് ആ ഡോർ ആരോ തട്ടുന്നത്. ഇതാരാ ഈ നേരത്ത്? ഓ, ചിലപ്പോൾ അളിയനായിരിക്കും, എന്തെങ്കിലും പറയാൻ വന്നതായിരിക്കും എന്ന് പറഞ്ഞ് ദർശൻ ആ ഡോർ തുറന്നു. ഡോർ തുറന്ന് മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടി. നീയോ? അവൻ ചോദിച്ചു. അതെയല്ലോ, ഞാൻ തന്നെയാണ്. മുൻപിൽ നിൽക്കുന്ന ആൾ മറുപടി പറഞ്ഞു. നീ എന്താ ഈ സമയത്ത് ഇവിടെ? ഇവിടുന്ന് പോയിട്ട് ഒരാഴ്ചയുടെ മേലെ ആയില്ലേടി? അയാൾ ചോദിച്ചു. ആ, അതൊക്കെ ആയി. അല്ല, ഇവിടെ എന്താ പരിപാടി? അവൾ ചോദിച്ചു. അവൻ പറഞ്ഞു, അതൊരു ഉഗ്രം പരിപാടിയാ മോളെ. ഒരാളെ ഞാൻ സ്നേഹിക്കാന്നോ? ആരെയാണ്? ദേ നീ നോക്കിയേ എന്ന് പറഞ്ഞ് അവൻ ഡോറിൻ്റെ ഉള്ളിലേക്ക് കൈ ചൂണ്ടി. വന്ന ആൾ ഉള്ളിലേക്ക് നോക്കി. വന്ന ആളെ കണ്ടതും ആവണിയുടെ മുഖം നല്ലോണം മാറി. അവൾക്ക് ദേഷ്യവും സങ്കടവും പേടിയും എല്ലാം വന്നു. ആദ്യമായിട്ടാണ് തന്നെ കാണുമ്പോൾ തൻ്റെ ആവുവിൻ്റെ മുഖത്ത് ഇങ്ങനൊരു ഭാവം. അത് കണ്ടപ്പോൾ അഞ്ജുവിൻ്റെ ഉള്ളു പൊള്ളി. അതായത് വന്ന ആ വ്യക്തി ആവണിയുടെ സ്വന്തം അഞ്ജൂസായിരുന്നു കേട്ടോ. അഞ്ജന ഉള്ളിലേക്ക് കടന്നു. കുറേ കാലത്തിന് ശേഷമാണ് അഞ്ജനയും ആവൂസും മുഖാമുഖം കാണുന്നത്. ഇരുവരുടെയും ഉള്ളിൽ പല വികാരങ്ങളും വന്നു. പക്ഷേ സാഹചര്യം ശരിയായിരുന്നില്ല. എന്നൊന്നും ചെയ്യല്ലേ എന്ന് അഞ്ജനയോട് ആവണി പറഞ്ഞത് കേട്ടതും അഞ്ജുവിൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ തോന്നി. തൻ്റെ ആവൂസിന് തന്നോട് ഇത്ര വിശ്വാസമില്ലാതായോ? താൻ അവളെ അപകടപ്പെടുത്തും എന്നുപോലും അവളെ ചിന്തിക്കുന്നു എന്ന തിരിച്ചറിവ് അഞ്ജുവിന് ഒരുപാട് വേദന സൃഷ്ടിച്ചു അവളുടെ ഉള്ളിൽ. അഞ്ജു അവളുടെ ഉള്ളിലെ വികാരങ്ങളെ കടിച്ചമർത്തി. എന്നിട്ട് ആവണിയോട് പറഞ്ഞു, നിന്നെ ഉപദ്രവിക്കാനൊന്നുമല്ലല്ലോ, സ്നേഹിക്കാനല്ലേ ഇവിടെ കൊണ്ടുവന്നത്. അതിൽ ഞാനെന്ത് ചെയ്യാനാ? അല്ല, പരിപാടി ശരിക്കും തുടങ്ങിയോ? ഇല്ല, തുടങ്ങുമ്പോഴാ മോള് വന്നത്, ദർശൻ പറഞ്ഞു. ആണോ? എന്നാ പരിപാടി നടക്കട്ടെ, ഞാൻ പുറത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് അഞ്ജു പുറത്തേക്ക് കടന്നു. അവൾ പോകുന്നതും തന്നെ രക്ഷിക്കാത്തതും തന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചതും എല്ലാം കണ്ടപ്പോൾ തൻ്റെ അഞ്ജു ഇത്ര ക്രൂരയാണോ എന്ന് ചിന്തിച്ചു പോയി ആവണി. അവളെ ഫ്രണ്ടാക്കിപ്പോയ ആ നിമിഷത്തെ ആവണി വെറുത്തുപോയി. അഞ്ജു പുറത്തേക്ക് കടന്നതും നിമിഷ നേരം കൊണ്ട് ആവണിക്ക് നേരെ ദർശൻ്റെ കരങ്ങൾ അവളുടെ ശരീരത്തെ തലോടാനായി വന്നു. തനിക്ക് ഇനി ഒരു വഴിയില്ല എന്ന് ആവണിക്ക് മനസ്സിലായി. അവൾ കണ്ണിറക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു, തന്നെ രക്ഷിക്കണേ എന്ന്. അപ്പോഴാണ് ദർശന തലയിൽ ആരോ ശക്തമായി വടികൊണ്ട് അടിച്ചത്. ആ അടിയുടെ ശബ്ദത്തിൽ ദർശനും ആവണിയും ഒരുപോലെ ഞെട്ടി. ദർശൻ തലയിൽ കൈവച്ച് മെല്ലെ തിരിഞ്ഞു നോക്കി. അവന് വേദന കൊണ്ട് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. എന്നാലും കണ്ണ് പതിയെ തുറന്നുകൊണ്ട് അവൻ നോക്കി. അപ്പോൾ തൻ്റെ മുമ്പിൽ സംഹാര താണ്ഡവത്തിന് ഒരുങ്ങി നിൽക്കുന്ന അഞ്ജനയാണ് അവൻ കണ്ടത്. നീ നീ എന്ന് പറഞ്ഞ് അവൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അഞ്ജന അവൻ്റെ വയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടി. എടോ, നീ എന്താ വിചാരിച്ചേ? നിനക്ക് പിച്ച് ചീന്താൻ ഞാൻ ഇവളെ വിട്ടുതരുമെന്നോ? അതിനെ ഈ അഞ്ജന വേറെ ജനിക്കണം. നിനക്കറിയോടാ, പൊന്നുപോലെ കൊണ്ടു നടന്നതാ ഞാൻ ഇവളെ, കൂട്ടുകാരിയായിട്ടും സഹോദരിയായിട്ടും. പിന്നെ എൻ്റെ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. അത് പറഞ്ഞിട്ട് അഞ്ജന സ്നേഹിച്ചവരെ ഒരിക്കലും തള്ളിപ്പറയില്ല, പ്രത്യേകിച്ച് ഇവളെ. ആവണയെ നോക്കിക്കൊണ്ട് അഞ്ജന പറഞ്ഞു. ഒരു പെണ്ണിൻ്റെ ശരീരത്തിനെ അവളുടെ അനുവാദമില്ലാതെ തൊടുന്നത് തന്നെ തെറ്റാണ്. നീ ശ്രമിച്ചത് ഇവളെ ക്രൂരമായി പീഡിപ്പിക്കാനാണ്. ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോടാ? ഞാൻ നിനക്ക് ആയുഷ്കാലം അനുഭവിക്കേണ്ട പണി തരാമെടാ എന്ന് പറഞ്ഞ് അവൻ്റെ മർമ്മത്തിലേക്ക് തന്നെ അഞ്ജു വടിയും കൊണ്ട് 2 അടി വെച്ച് കൊടുത്തു. അവൻ വേദന കൊണ്ട് ചുരുണ്ടു. അപ്പോഴേക്കും ദീപക്കും വന്നിട്ടുണ്ടായിരുന്നു. ദീപക് വേഗം ആവണിയുടെ കെട്ടഴിച്ചു. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന തൻ്റെ അഞ്ജനയെ അവൾക്ക് വിശ്വസിക്കാനായില്ല. അവൾ അഞ്ജനയെ നോക്കി. അഞ്ജനയുടെ ഉള്ളിൽ തന്നോടുള്ള സ്നേഹമാണ് ഉള്ളത് എന്നവൾ തിരിച്ചറിഞ്ഞു. ആവണി, നീ വേഗം രക്ഷപ്പെട്ടോ, ഞങ്ങൾ ഇവിടത്തെ കാര്യം നോക്കിക്കോളാം, ദീപക് ആവണിയോട് പറഞ്ഞു. ആവണി അഞ്ജനയെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോകാൻ നിന്നു. അപ്പോഴാണ് ഡേവിഡ് കയറി വന്നത്. എടാ,
നീ എൻ്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുവോ എന്നു പറഞ്ഞ് ദീപക്കിനെ ഇടിക്കാൻ പോയി. ദീപക്കും അഞ്ജനയും ഡേവിഡിൻ്റെ മുമ്പിൽ കുറ്റക്കാർ ആണല്ലോ. ഡേവിഡ് അവനെ ഇടിക്കാൻ പോയതും ആവണി അവനെ തടഞ്ഞു. ഇച്ചായ, ഇവരാണ് രക്ഷിച്ചത്. എന്നിട്ട് ദർശന നേരെ കൈ ചൂണ്ടി. ഇവൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ഞാൻ പേടിച്ചു പോയി ഇച്ചായ. എന്നെ നശിപ്പിക്കാനായിരുന്നു ഇവന്റെ ഉദ്ദേശം. അവൾ ഡേവിഡിന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നുകൊണ്ട് കരഞ്ഞു. അത് കേട്ടപ്പോൾ ഡേവിഡിന്റെ ഉള്ളം പിടിഞ്ഞുപോയി. ആവണി പറയുന്നത് കേട്ടിട്ട് ആകെ അവന് ഭ്രാന്ത് പിടിക്കുന്ന പോലെയായി. ഡേവിഡിന്റെ കണ്ണ് ചുവന്നു, മുഖമൊക്കെ വിയർക്കാൻ തുടങ്ങി. അവന്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവനോടുള്ള ദേഷ്യം അവന്റെ കണ്ണിൽ കത്തിയെരിയുന്നുണ്ടായിരുന്നു. എടാ പന്ന ഡാഷ് മോനെ, നീ എൻ്റെ പെണ്ണിനെ തൊടാൻ നോക്കുന്നോടാ എന്ന് പറഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി ഡേവിഡ്. ഡേവിഡിൻ്റെ കാലിനടിയിൽപ്പെട്ട് ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്നു ദർശൻ. ഡേവിഡിൻ്റെ ആ ഭാവം കണ്ടപ്പോൾ ആവണിക്ക് തന്നെ പേടിയായി. ഇച്ചായ, നമുക്ക് വേഗം വീട്ടിൽ പോവാ. എനിക്കിവിടെ കാണുമ്പോൾ തന്നെ പേടിയാവണു, ആവണി ഡേവിഡിനോട് പറഞ്ഞു. അപ്പോഴേക്കും പോലീസും ആ വീട്ടിലേക്ക് എത്തിയിരുന്നു. പോലീസ് ദർശനെയും ആവണിയെയും കൊണ്ടുവന്ന ആ സ്ത്രീയെയും അറസ്റ്റ് ചെയ്തു. പോലീസ് വന്ന് അറസ്റ്റും ബഹളവും. അതിൻ്റെ ഇടയിൽപ്പെട്ട് ആവണി ശരിക്കും തളർന്നു പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ചിന്തിക്കാൻ കൂടി ആവാത്ത ഒരു മോശപ്പെട്ട അനുഭവമല്ലേ അവൾക്കുണ്ടായത്. അവൾക്കെന്നല്ല, ഏതൊരു പെൺകുട്ടിക്കും ഇത് സഹിക്കാനാവാത്തതാണ്. അതിൻ്റെ ഷോക്ക് ഇപ്പോഴും അവളിൽ ഉണ്ട്. അവൾ ഡേവിഡിൻ്റെ നെഞ്ചിൽ തലവെച്ച് പൊട്ടി പൊട്ടി കരയുകയായിരുന്നു. എന്തൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് ആശ്വാസമായില്ല. അവളങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ ഡേവിഡിനും ഒരുപാട് വിഷമമായി. അത് അവൻ ദർശനെ തല്ലി തീർത്തു. പക്ഷെ എത്ര തല്ലിയിട്ടും ഡേവിഡിനും മതിയാവുന്നുണ്ടായിരുന്നില്ല. ആവണി ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ അഞ്ജുവിന് നല്ല വിഷമമായി. പക്ഷെ അവൾക്ക് ഒന്നുപോയി ആശ്വസിപ്പിക്കണം എന്നൊക്കെ ഉണ്ട് മനസ്സിൽ. പക്ഷെ ആവില്ലല്ലോ. അവൾ നിസ്സഹായതയോടെ അഞ്ജുവിനെ നോക്കി. അപ്പോഴാണ് ആ വീട്ടുമുറ്റത്തേക്ക് ദിവാകരൻ്റെ കാറ് വന്നത്. ദിവാകരനെ കണ്ടതും ഡേവിഡ് ഓടിപ്പോയി അയാളുടെ കരണത്ത് മാറി മാറി അടിച്ചു. അയാളെ നിലത്തിട്ട് വലിച്ചിഴച്ചു. തൻ്റെ അച്ഛനെ ഇത്രത്തോളം ഉപദ്രവിക്കുന്ന കണ്ടിട്ടും അഞ്ജന ഒന്നും പ്രതികരിച്ചില്ല. അത്രത്തോളം അവളുടെ മനസ്സ് മടുത്തിരുന്നു ദിവാകരൻ്റെ പ്രവൃത്തികൾ കൊണ്ട്. ദിവാകരനെയും സുമതിയെയും പോലീസ് അറസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് റോസി അമ്മച്ചിയും സാറാമ്മച്ചിയും അവിടേക്ക് എത്തിയത്. ഡേവിഡ് നേരത്തെ പറഞ്ഞതനുസരിച്ച് അനുവാണ് അവരെ അങ്ങോട്ട് കൊണ്ടുവന്നത്. ആവണിയെ കാണാതിരുന്നത് കൊണ്ട് തന്നെ രണ്ടാളും കരഞ്ഞ് വല്ലാണ്ടായിരുന്നു. പിന്നെ ആവണിക്ക് ഇപ്പോൾ അവളുടെ അമ്മച്ചിമാരുടെ താങ്ങ് ആവശ്യമുണ്ടെന്ന് ഡേവിഡിനും അറിയായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ സാറാമ്മച്ചിയും റോസി അമ്മച്ചിയും ആവണിയുടെ അരികിലേക്ക് ഓടി. അവളെ കെട്ടിപ്പിടിച്ചു രണ്ടാളും കരഞ്ഞു. എൻ്റെ കുഞ്ഞിനൊന്നുമില്ലടാ, എൻ്റെ മോൾ ഓക്കെ ആയോ എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മറുഭാഗത്ത് അഞ്ജനയും വിഷമിച്ച് നിൽക്കുകയായിരുന്നു. അവൾക്ക് എന്തൊക്കെ പറഞ്ഞാലും സ്വന്തമെന്ന് പറയാൻ അച്ഛൻ മാത്രമല്ലേ ഉണ്ടായുള്ളൂ. അയാളും ഇപ്പോൾ അറസ്റ്റായില്ല. തൻ്റെ വിധിയെക്കുറിച്ച് ആലോചിച്ച് അവൾ വിഷമിക്കുന്നുണ്ടായിരുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ എന്നത്തെയും പോലെ ദീപക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ അവളെ അവനോട് ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് സാറാമ്മച്ചി ദീപകിനെയും അഞ്ജുവിനെയും കണ്ടത്. ശിവിച്ച, ഇവര് നമ്മുടെ കമ്പനിയെ ചതിക്കാൻ കൂട്ടുനിന്നവരല്ലേ? എൻ്റെ കുഞ്ഞിനെ ഇവരാണോ ഇവിടെ എത്തിച്ചത്? എന്തിനാ ഇവരെ മാത്രം വെറുതെ വിട്ടത്? പോലീസിൽ ഏൽപ്പിക്കായിരുന്നില്ലേ? സാറാമ്മച്ചി സിബിയോട് ചോദിച്ചു. അതായത് നമ്മുടെ ഡേവിഡിനോട്. അപ്പോൾ ഡേവിഡ് പറഞ്ഞു ഇവരാണ് ആവണിയെ രക്ഷിച്ചത് എന്ന്. എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു. അത് കേട്ടപ്പോൾ സാറാമ്മയും റോസമ്മച്ചും അഞ്ജുവിനോടും ദീപക്കിനോടും നന്ദി പറഞ്ഞു. അഞ്ജനയെ കാണുമ്പോൾ റോസി അമ്മയുടെ ഉള്ളിൽ ഒരു പ്രത്യേക തരം അനുഭൂതി അനുഭവപ്പെട്ടു. ആദ്യമായിട്ടല്ലേ തൻ്റെ മകളാണ് അവൾ എന്ന് തിരിച്ചറിഞ്ഞ് അവളെ അടുത്ത് കിട്ടുന്നത് റോസിയമ്മയ്ക്ക്. അതിൻ്റെ സന്തോഷം അവർക്കുണ്ടായിരുന്നു. അഞ്ജന റോസിയമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ മുഖത്ത് ഇന്നേ വരെ കാണാത്ത ഒരു ഭാവം ഉണ്ടായിരുന്നു. റോസിയമ്മ മെല്ലെ അവളുടെ മുഖത്തേക്ക് തൊടാനായി പോയി. അപ്പോഴാണ് പോലീസ് ജീപ്പിലിരിക്കുന്ന ദിവാകരൻ റോസിയമ്മയെ കാണുന്നത്. എടി എന്ന് വിളിച്ച് ജീപ്പിൽ നിന്ന് ഒരലർച്ചയായിരുന്നു പിന്നീട് അവിടെയുള്ളവരെല്ലാവരും കേട്ടത്. എടി
നായിൻ്റെ ഡാഷ് 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 മോളെ, ഇത്ര കാലമായിട്ട് നീ ചത്തില്ലേടി എന്ന് വിളിച്ച് ജീപ്പിൽ നിന്ന് ഇറങ്ങി വരാൻ നിന്ന ദിവാകരനെ ഡേവിഡും പോലീസും ചേർന്ന് വണ്ടിയിലേക്ക് കയറ്റി. ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു അയാൾക്ക്. എടി, നിന്റെ ആ നാശം പിടിച്ച സന്തതിയാണോടി ഇവള്? റോസി അമ്മച്ചയോട് ദിവാകരൻ ചോദിച്ചുകൊണ്ട് ആ ജീപ്പിൽ നിന്ന് അലറി. ആ ശബ്ദം കേട്ട അഞ്ജനയും ആവണിയും ഒരേപോലെ റോസി അമ്മച്ചയെ നോക്കി. ഡേവിഡും. പോലീസ് ജീപ്പ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ദിവാകരൻ അവിടെ നിന്ന് അലറുന്നുണ്ടായിരുന്നു. അയാൾക്ക് അയാളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാനായില്ല. റോസി അമ്മച്ചയെ കണ്ടതോടെ റോസി അമ്മയാവട്ടെ ഒരുമാതിരി ഭയത്തോടെയാണ് അയാളെ നോക്കിയത്. റോസി അമ്മച്ചിക്ക് നേരത്തെ അറിയോ അയാളെ? റോസി അമ്മച്ചിയാണോ ആവണിയുടെ അമ്മ? ഡേവിഡിൽ നിന്ന് വന്ന ആ ചോദ്യം കേട്ട് ആവണിയും റോസിയമ്മയുടെ മുഖത്തേക്ക് അതിശയത്തോടെ നോക്കി. അതുപോലെ തന്നെ അഞ്ജനയും. പറ, റോസിയമ്മച്ചിയാണോ ആവണിയുടെ അമ്മ? ഡേവിഡ് ഒന്നും കൂടി ചോദിച്ചു. അപ്പോൾ റോസിയമ്മച്ചി ആവണിയെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ് എന്ന്. അത് കേട്ടതും ആവണി റോസിയമ്മയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവളുടെ കണ്ണിൽ നോക്കി തന്നെ റോസിയമ്മ പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ് ആവണിയുടെ അമ്മ. ഇവള് എൻ്റെ മോളാണ്. ഞാൻ പ്രസവിച്ച എൻ്റെ മോള്, എൻ്റെ അർച്ചന. ഞാൻ അനാഥാലയത്തിലാക്കി ഉപേക്ഷിച്ചു പോയ ഇവളുടെ ആ പെറ്റമ്മ ഞാൻ തന്നെയാണ് എന്ന്. അത് കേട്ടതും അവിടെ കൂടി നിന്ന എല്ലാവർക്കും അതിശയായി. അമ്മച്ചി അപ്പൻ്റെ സ്വന്തം അമ്മച്ചി ആയിരുന്നോ? പിന്നെ എന്തിനാ എന്നോട് ഇത്ര കാലം അകന്ന് നിന്നേ? എന്നോട് പറയാതിരുന്നേ? അവള് സങ്കടത്തോടു കൂടി റോസി അമ്മച്ചിയോട് ചോദിച്ചു. അത് മോളെ, അമ്മച്ചിക്ക് വേറെ വഴിയില്ലായിരുന്നടാ. മോളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥ മോൾക്ക് വരില്ലായിരുന്നു. മോളെ, ഞാനും മോളുടെ അച്ഛനും ജീവന തുല്യം പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. പക്ഷേ വിധി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രൂരനായിരുന്നു. മോള് ജനിച്ച് 6 മാസം തികയുന്നതിന് മുമ്പേ മോളുടെ അച്ഛൻ മരിച്ചു. ഞാൻ തകർന്നു പോയി. ആ തകർച്ചയിൽ നിന്ന് വെളിയിൽ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അച്ഛനും കുടുംബക്കാരും ചേർന്ന് ദിവാകരൻ എന്ന ചെകുത്താൻ്റെ കയ്യിലേക്ക് എന്നെയും മോളെയും ഏൽപ്പിച്ചു. അയാളെന്നെ ഉപദ്രവിക്കായിരുന്നു. പക്ഷേ എൻ്റെ മോളെ ഇല്ലാതാക്കാൻ നോക്കിയപ്പോൾ അമ്മയ്ക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മോളെയും കൊണ്ട് നാട് വിട്ടത്. റോസിയമ്മ സങ്കടത്തോടു കൂടി ആവണിയോട് പറഞ്ഞു, മോളെ ഒറ്റയ്ക്ക് വളർത്താൻ അമ്മയ്ക്ക് സാധിക്കില്ലായിരുന്നു. പിന്നെ ദിവാകരൻ്റെ കണ്ണിൽ നിന്ന് മോളെ മറയ്ക്കുകയും വേണം. അതാ അനാഥാലയത്തിലാക്കിയത്. പക്ഷെ വിധി എന്നോട് അത്ര ക്രൂരത കാണിച്ചില്ല. എനിക്ക് അവിടെ തന്നെ ഒരു ജോലി തന്നു. എൻ്റെ മോളെ ദൂരെ നിന്ന് ഞാൻ കണ്ടു. എൻ്റെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും കണ്ട് ആസ്വദിച്ചു. റോസിയമ്മ സങ്കടത്തോടു കൂടി പറഞ്ഞു. അത് കേട്ട ആവണിക്ക് കുഞ്ഞുനാൾ മുതൽ റോസിയമ്മ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഓരോ കാര്യങ്ങളും അവളുടെ ഓർമ്മയിൽ വന്നു. അത് ശരിക്കും ഒരമ്മ മകൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ തന്നെയായിരുന്നു. എന്തുകൊണ്ട് താൻ മുമ്പ് തന്നെ തൻ്റെ അമ്മയെ തിരിച്ചറിഞ്ഞില്ല എന്ന സങ്കടം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് റോസിയമ്മയുടെ നെഞ്ചിൽ തലചായ്ച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അമ്മേനെ എന്നെ വിട്ട് ഇങ്ങോട്ടും പോവല്ലേ എന്ന് പറഞ്ഞ് വിതുമ്പി. 24 വർഷം അവൾ ഉള്ളിലൊതുക്കിയ കരച്ചിൽ പതിയെ പുറത്തേക്ക് വന്നു. റോസിയമ്മ അവളെ ഇറുക്കി അണിച്ചു നെഞ്ചോട്. അവരുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ടു നിന്ന എല്ലാവരുടെയും കണ്ണുകൾ ഈറൻ അണിഞ്ഞു. എന്നാൽ ഇവരുടെ ഈ സ്നേഹം അഞ്ജനയ്ക്ക് സഹിക്കാനായില്ല. കാരണം എന്താണെന്നറിയോ? അഞ്ജന തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. തൻ്റെ അച്ഛൻ കൂടെ കൂടെ പറഞ്ഞിരുന്ന ആദ്യ ബന്ധത്തിലെ ആ കുട്ടി ആവണിയാണെന്നും അവളെ ഉപേക്ഷിച്ചു പോയ അവളുടെ അമ്മ റോസിയമ്മയാണെന്നും. ആ തിരിച്ചറിവ് അവളുടെ ഉള്ളിൽ വലിയൊരു ആഘാതം തന്നെ സൃഷ്ടിച്ചു. അവൾക്ക് താങ്ങാൻ പറ്റില്ലായിരുന്നു. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അവൾ 2 കൈയും കൊണ്ട് കൈയടിച്ചു. അവളുടെ വേദനയുടെ ശബ്ദമായിരുന്നു ആ കയ്യടിയിലൂടെ പുറത്തു വന്നത്. ഇത്രകാലം ആവണിക്ക് കൂടെ നിന്ന് സ്നേഹം വാരിക്കോരി കൊടുത്തു. സ്വന്തം അമ്മയാണെന്ന് പറയാതെ അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ഒരിക്കൽ പോലും 6 മാസമുള്ളപ്പോൾ ഉപേക്ഷിച്ചു പോയ തൻ്റെ 2ാമത്തെ കുഞ്ഞിനെക്കുറിച്ച് റോസിയമ്മ ചിന്തിച്ചില്ലല്ലോ. എന്തുകൊണ്ട് തന്നെ അമ്മ പരിഗണിച്ചില്ല എന്ന വേദന അവളിൽ ഉണ്ടായിരുന്നു. അമ്മയുടെ അവഗണന അവൾക്ക് താങ്ങാൻ ആവുന്നതിലും അപ്പുറമായിരുന്നു. എല്ലാവരും ആ ക്ലാപ്പടി ശബ്ദം കേട്ട വഴിയിലേക്ക് നോക്കി. സൂപ്പറായിട്ടുണ്ട് ക്ലൈമാക്സ്, അഞ്ജന ഇടറിയ ശബ്ദത്തോടു കൂടി പറഞ്ഞു.
അവളുടെ നോട്ടത്തെ താങ്ങാനായില്ല റോസിയമ്മയ്ക്ക്. റോസിയമ്മയ്ക്ക് അറിയാം താൻ ചെയ്തത് തെറ്റാണെന്ന്. അഞ്ജന അത് പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി. കൂടെ ദീപക്കും. മോളെ, റോസിയമ്മ അവളെ വിളിച്ചു. ആ വിളി കേട്ടപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പൂച്ചച്ചിരി വിടർന്നു. അവൾ തിരിഞ്ഞു നോക്കി. നീ അമ്മയോട് ക്ഷമിക്കണം, കൈകൂപ്പിക്കൊണ്ട് റോസിയമ്മ പറഞ്ഞു. അപ്പോൾ ആവണിക്ക് മനസ്സിലായില്ല റോസിയമ്മ എന്തുകൊണ്ട് അഞ്ജനയോട് ക്ഷമ ചോദിക്കുന്നു എന്ന്. ആരുടെ അമ്മ? അഞ്ജന അവരോട് ചോദിച്ചു. അവൾ ആ ചോദ്യത്തിന് റോസിയമ്മയ്ക്ക് ഉത്തരവില്ലായിരുന്നു. ഓ, എൻ്റെ അമ്മയോ? എൻ്റെ അമ്മ 6-ാം മാസത്തിലെ എന്നെ ഉപേക്ഷിച്ച് ആദ്യ ബന്ധത്തിലെ അവരുടെ കൊച്ചിനെയും കൊണ്ട് നാട് വിട്ടതാ, അവൾ പുച്ഛത്തോടു കൂടി പറഞ്ഞു. മോളെ, ഞാൻ വേണം പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചതല്ല, എൻ്റെ സാഹചര്യം അതായിരുന്നു, റോസിയമ്മ അവളോട് പറഞ്ഞു. അപ്പോഴാണ് ആവണിക്ക് മനസ്സിലായത് ഇത്ര കാലം തൻ്റെ ഒപ്പം നിന്നത്, തൻ്റെ രക്ഷയ്ക്കെത്തിയത്, തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് തൻ്റെ സ്വന്തം രക്തമാണെന്ന്, സ്വന്തം അനിയത്തിയാണെന്ന്. അവളുടെ കണ്ണ് തിളങ്ങി. എന്തുകൊണ്ടാണ് അഞ്ജനയോട് തനിക്ക് വല്ലാത്തൊരു അടുപ്പം തോന്നിയതെന്നും അവൾ എന്ത് ചെയ്തിട്ടും അവളോട് ദേഷ്യമോ വെറുപ്പോ തോന്നാത്തതിൻ്റെ കാരണവും അവൾക്ക് മനസ്സിലായി. അവൾ ആവണിയുടെ സ്വന്തമായതുകൊണ്ട്. അതേ അവസ്ഥ തന്നെയായിരുന്നു അഞ്ജനയ്ക്കും. തൻ്റെ സ്വന്തം ചേച്ചിയാണ് ആവണി എന്ന് അറിഞ്ഞത് മുതൽ അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഓടിച്ചെന്ന് അവളെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നുണ്ട്. പക്ഷെ അമ്മ അഞ്ജുവിനോട് കാണിച്ചത് ഓർത്തപ്പോൾ അവൾക്കൊന്നും പെട്ടെന്ന് മറക്കാനാവില്ലായിരുന്നു. അത് അവളുടെ ബാല്യത്തെയും കൗമാരത്തെയും എല്ലാം ഒരുപാട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അവളെ ഉപേക്ഷിച്ചു പോയത്. വേണ്ട, ഇനി എന്നോടൊന്നും പറയണ്ട. ഇതുവരെ കാണിക്കാത്ത സ്നേഹം എനിക്കിനി വേണ്ട. നിങ്ങൾക്ക് ആകെ സ്നേഹം ഉണ്ടായതേ നിങ്ങളുടെ ആദ്യ ബന്ധത്തിലെ കുട്ടിയോട് മാത്രമാണ്, അതായത് ആവണിയോട്. നിങ്ങൾ എത്രയൊക്കെ കാരണങ്ങൾ നിരത്തിയാലും നിങ്ങൾ ചെയ്ത് തെറ്റല്ലാതാവില്ല. എത്രത്തോളം ഞാൻ കരഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ? നിങ്ങളുടെ അവസ്ഥയാണ് എൻ്റെ അച്ഛൻ വലിയ ക്രൂരനാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒളിഞ്ഞിരുന്ന് നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ സ്നേഹം കൊടുത്തില്ലേ? അതുപോലെ ഒരിക്കലെങ്കിലും ഈ കഴിഞ്ഞ 24 വർഷത്തിൻ്റെ ഇടയിൽ എന്നെ കാണാൻ വന്നിട്ടുണ്ടോ? ഇത്രയൊക്കെ നടന്നിട്ടും പേടിച്ചാണെങ്കിലും നിങ്ങൾ ഈ വീടിൻ്റെ പടി ചവിട്ടിയില്ലേ? അതുപോലെ ഒരിക്കലെങ്കിലും ഈ കഴിഞ്ഞ 24 വർഷത്തിൻ്റെ ഇടയിൽ എന്നെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അവൾ ചോദിച്ചു. അവളുടെ വാക്കുകളെല്ലാം റോസിയമ്മയെ മുറിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി എന്താ നടക്കാന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.